പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു തെച്ചിയാണ് കേട്ടോ. ഈ തെച്ചി ഞാൻ ഇതിൻ്റെ മുൻപ് കാണിച്ചതാണ്. ഇതിൽ തെച്ചി ഒരു റോസ് കളറാണ്. ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു റോസ്, കടും റോസല്ല, ഒരു ആവറേജ് ഒരു റോസ് കളറാണിത്. അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിന് പഴക്കമെന്ന് പറഞ്ഞാൽ ഒരു 8 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവും. ഇത് നമ്മൾ ഈ പൂ കഴിഞ്ഞത് ഇങ്ങനെ നുള്ളിക്കളയണം കേട്ടോ. പൂ കഴിഞ്ഞത് ഇങ്ങനെ അത് നമ്മൾ ഒരിതില്ല, അത്ര താഴ്ത്തി മുറിച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് അങ്ങനെ വരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് പുതിയ പൂക്കൾ അതിലിങ്ങനെ വരും കേട്ടോ. പുതിയ പൂക്കൾ, ധാരാളം പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയുണ്ട് തെച്ചി, ഇതൊന്നും പൂവിട്ടിട്ടില്ല. പിന്നെ നമ്മളെ ജമന്തി കണ്ടില്ലേ, ജമന്തി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ടുണ്ട്. നല്ല താഴ്ത്തി കട്ട് ചെയ്ത് പുതിയ ചെടികൾ തൈകളും ഇതുണ്ടായിട്ട് പൂക്കളൊക്കെ വരും കേട്ടോ. പുതിയതായിട്ട് നമ്മൾ എല്ലാം ഇതാക്കണം. നമുക്ക് ഈ നമ്മളെ ചട്ടിയിൽ ഇങ്ങനത്തെ ഈ ഒരു പുല്ലുണ്ടല്ലോ, ഈ ഒരു പുല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചട്ടി ഇങ്ങോട്ട് നിറഞ്ഞ് നമുക്കത് ഈ ഒരു അതുണ്ടല്ലോ, ഇത് നമ്മൾ പറിച്ചാലും പോകില്ല കേട്ടോ. നമ്മൾ എത്ര പറിച്ചിട്ടാലും ഇത് പോകില്ല. ഭയങ്കര അടിക്കങ്ങോട്ട് വേര് താഴ്ന്നു പോകും. അങ്ങനെ എന്നിട്ട് നമ്മൾ പറിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി പോരുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതും ഒരുപാട് കാലമായിട്ട് നമ്മൾ ശ്രദ്ധ ഇല്ലാതെ നിൽക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ പുല്ല് ഒരു ആഴ്ച കൊണ്ട് ഇങ്ങോട്ട് വലുതായിട്ട് അത് കൊണ്ട് പടർന്ന് കായും പൂവാകും കേട്ടോ. അപ്പോൾ നമ്മൾ കരുതും, നിങ്ങൾ കാണുമ്പോൾ കരുതും തീരെ നോട്ടമില്ലാത്തതുകൊണ്ടാണ്. നോട്ടമില്ലാത്തതൊന്നുമല്ല, ഈ ഒരു പുല്ല് മാത്രമാണ് ഇങ്ങനെ ഇത് ആവണത്. ഇത് നമ്മൾ ഇനിയിപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞാൽ ഇത് അതേമാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ബോഗൺവില്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബോഗൺവില്ല ഇത് ഇവിടെ 2 കളറാണുള്ളത്. ഇതൊരു കുറഞ്ഞൊരു വയലറ്റ് റോസ് കളറാണ് കേട്ടോ. വയലറ്റ് അല്ല, റോസാണ്. വയലറ്റ് കളർ വേറെ ഉണ്ട്. ഇത് ഇവിടെ ഇതുണ്ടല്ല, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരേ കളറ്. ഇപ്പോൾ ഈ ബോഗൺവില്ലൻ്റെ സീസണാണ് ഇപ്പോൾ. ഏത് കൊമ്പ് നട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ പൂവിടും. ഈ സമയത്ത് പൂട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പൂവിടുള്ളൂ കേട്ടോ. വേണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല ഇത് വേറെ കളറാണ് ഇത് കേട്ടോ. അതിൻ്റെ പൂവിനും ഒരു മാറ്റമുണ്ട്. പൂവ് അത്ര കളറ് കുറവാണിത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഇത് വേണ്ടില്ലേ, ഇത് വേറെ കളറാണ്. അതിൻ്റെ ഒപ്പം മറ്റേ ഒരു ചെടിയുണ്ട്, ആനച്ചവി എന്നൊക്കെ അതിന് പറയും. അതിൻ്റെ വേറെന്താ പേര് അറിയില്ല. ഏതായാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഒരുപാട് ദിവസം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഇത് ഒരു വാസന അതൊന്നുമില്ല കേട്ടോ. അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല വാസന അല്ലാത്ത പൂവാണ്. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ബോഗൺവില്ല മഞ്ഞ ഉണ്ട് കേട്ടോ, മഞ്ഞ കളറ്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് വെള്ളമുണ്ട്. പിന്നെ ഒരു നീല കളറുണ്ട് ഇവിടെ. ഇത് നീല കളറാണ് കേട്ടോ. കടും നീലല്ല, ഒരു കുറഞ്ഞൊരു വയലറ്റ് കൂടിയ നീലയാണത്. പിന്നെ ഇത് കണ്ടില്ല, മഞ്ഞ ഒരുപാട് പൂക്കൾ ഉണ്ട് കേട്ടോ. അത് മഞ്ഞ ഇത് ഇവിടെയൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഷാറായിട്ട് മഞ്ഞ ഉണ്ടാകുന്നുണ്ട്. ഇത് ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചട്ടിയിലിങ്ങനെ വളരാനുള്ള കാരണം ഇത് ഇതിൻ്റെ വേര് ഈ ഇൻ്റർലോക്കിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അടിയിലേക്ക് ഇറങ്ങിയോണ്ടാണ് ഇത് ഇത്ര വേരിങ്ങനെ അടിയിലേക്ക് ഇറങ്ങിയോണ്ടാണ് ഇത് ഇത്ര നല്ല ഉഷാറായിട്ടുണ്ടാവുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിൽ ഇത് ഇത്ര ഒരു കരുത്തിൽ വളരില്ല. പിന്നെ ഇവിടെ ഇതുണ്ടല്ലേ, ഇതൊരു ഡേഞ്ചർ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഇത് നമ്മൾ കട്ട് ഇങ്ങനെ പിടിച്ചാൽ ഉണ്ടാകുമ്പോൾ തന്നെ പിടിച്ചാണ് കിട്ടുക. മറ്റേ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കത്തിയായിട്ട് ഇതാക്കേണ്ടി വരും കേട്ടോ. കൈമ കുത്തി
ഭയങ്കര ഷാർപ്പാണ് ഈ മുള്ള കേട്ടോ. നിലത്തിടാനും പാടില്ല. ഇത് നിലത്തിട്ടാൽ പിന്നെ അവിടുന്ന് നമ്മളെ കൈമ കുത്തും. അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ തന്നെ അത് നമ്മൾ പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ ഇത് ഇനിയിപ്പോൾ കിട്ടാൻ കുറച്ച് പാടാവും കേട്ടോ. അതിൻ്റെ ഒരു നൂലുണ്ട്, ആ നൂല് ഇതിമ്മക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. കാണാൻ ഭംഗിയൊക്കെ തന്നെയാണ്. കുട്ടികളെ കണ്ണിലോ കുത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണ് പൊട്ടിപ്പോവും. അത്രക്ക് പിന്നെ മൂർച്ചയുള്ള മുള്ളാണ് അതിന്. ആ മുള്ള് നമ്മൾ കൈമ കൊണ്ടാലും ഭയങ്കര കടച്ചിലാണ് കേട്ടോ. ഈ കടച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മണിക്കൂറുകളോളം കടച്ചിലുണ്ടാവും. പിന്നെ ഇവിടെ പിന്നെ ഇതുണ്ടില്ലേ, ഇതൊക്കെ പിന്നെ നമ്മളെ തൂക്ക് ചട്ടിയിൽ ഉള്ള ചെടികളാണ് കേട്ടോ. നല്ല പിന്നെ നല്ല ഇട തൂർന്നുണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ പിന്നെ ഇടയിൽ നിന്നൊരു ചട്ടി മാറ്റിയിട്ട് കുറച്ച് പിന്നെ ഈ അകലം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ അടുത്തായിട്ടുണ്ടെങ്കിൽ വളർച്ചനെ ബാധിക്കുക. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചട്ടി കുറച്ച് അകലം പിന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെടി ഉണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ പൂവിടുന്നത് ഒരു വെള്ള ആന്തൂറിയത്തിൻ്റെ പൂവിൻ്റെ മാതിരിയാണ്. നമ്മൾ സ്ഥലം മാറ്റിയപ്പോൾ അത് ഏകദേശം നല്ലൊരു പിന്നെ ഇലൻ്റെ ഈ തലക്കുള്ള ഉണക്കമൊക്കെ പോയിട്ടുണ്ട്. ഈ തലഭാഗത്തുള്ള ഉണക്കങ്ങളൊക്കെ വന്നിട്ട് നല്ല ഇല വരുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത് തന്നെ പൂവിടാൻ സാധ്യത ഉണ്ട്. അത് വെയിലുള്ള തട്ടാത്തൊരു തണൽ ഭാഗത്തേക്കാണ് മാറ്റിയത്. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് മൂലയ്ക്ക് മാറ്റി ഒന്നും കൂടി ഉഷാറാവുന്നുണ്ട്. ഇന്നേരം ആന്തൂറിയങ്ങളൊക്കെ പൂവിടുന്നുണ്ട് കേട്ടോ. ആന്തൂറിയത്തിന് നല്ല പൂക്കളാണത്. അതേമാതിരി ഇവിടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ പൂവുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് ഏകദേശം കുറേയൊക്കെ പൂവായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇവിടെ ഇത് കണ്ടില്ലേ പത്തണി മുല്ല ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു കേട്ടോ. പത്തണി മുല്ലമ്മ നല്ല കളറുള്ള പൂക്കളാണ് കേട്ടോ. പത്തണി മുല്ല മഞ്ഞ ഒരുപാട് കളറുണ്ട് ഇതിന്. നമ്മൾ ഈ കളറ് ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നമ്മളിത് ഇട്ട് കൊടുക്കുക. പിന്നെ വേറെ കളർ അതിലിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നായിട്ട് പല കളർ ഇങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി കിട്ടും കേട്ടോ. കുക്കുംബറൊക്കെ ഇവിടെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. കുക്കുംബർ ഇങ്ങനെ പൂവ് വരുന്നുണ്ട് കേട്ടോ. അതേമാതിരി കായ ആയിട്ടില്ല. പൂവാണ് ഇതിന്മേലൊക്കെ വരുന്നത് ആദ്യം, പിന്നെ എന്നിട്ടേ കായ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ പിന്നെ എന്താ പറയുക പിന്നെ ശംഖുപുഷ്പം അത് ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തും കുക്കുംബർ ഉണ്ട് കേട്ടോ. കുക്കുംബർ ഇവിടെയൊക്കെ അതിൻ്റെ ഇടയിൽ ചീര ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇതിനെന്തോ ഒരു കേട് പറ്റിയിട്ടുണ്ട്, ഒരു തുരുമ്പിക്കൽ ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ കായ കിട്ടുന്ന ആ സമയത്താണ് തുരുമ്പിച്ച് നാശമായി പോകും. അതിപ്പോൾ നമ്മളതിന് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. കൃഷി അങ്ങനെയാണ്. കൃഷി ഒരു പിന്നെ പ്രൈസാണല്ലോ. നന്നായാൽ നന്നായിട്ടുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് നശിച്ചു പോകും. നമ്മൾ പിന്നെ വീട്ടാവശ്യത്തിനുള്ള കൃഷി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു കേടുവന്നാലും ഒരു ടെൻഷനില്ല കേട്ടോ. ഈ ഒരു ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് പതിമ പിന്നെ ആ തണ്ടിൻ്റെ മുകളിലൊക്കെ ചീര ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇനി അത് കുറച്ചുകൂടി മുകളിൽ കട്ട് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയത് ടൈമൊന്നും ഇങ്ങനെ ഉണ്ടാവും. ഇതിവിടെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. വേണ്ടിയില്ല, ഇത് ഇന്നലെ കട്ട് ചെയ്തതാണ്. ഇനി കട്ട് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഇതുണ്ടാവുന്നുണ്ടോ വേണ്ടിയില്ല. ഇത് കട്ട് ചെയ്താൽ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു പിന്നെ അത് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളത് പിന്നെ പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിമൊന്നും കിട്ടില്ല കേട്ടോ. ചില ചീരകളൊക്കെ നമ്മൾ പറിക്കന്നെ വേണ്ടി വരും. ഇതിമ കണ്ടില്ല, ഇതിപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്രയും നഷ്ടമാകുമല്ലോ. അപ്പോൾ അടിഭാഗം വെച്ച് കട്ട് ചെയ്യാന്നുള്ള പിന്നെ അതും അങ്ങനത്തെ ആകുമ്പോൾ പറിച്ചെടുക്കാവുന്നല്ല. എന്നാൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ആദ്യം കട്ട് ചെയ്താണ്ട് ഈ ഒന്ന് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതിക്കൊന്നിപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 3 ഇത് നമുക്ക് കിട്ടി. 3 എണ്ണം കണ്ടില്ലേ. നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒന്നേ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ 3 തണ്ടായി നമ്മൾ പറിച്ചതുകൊണ്ട്. ഇതിന്മേലൊക്കെ ഉണ്ട്. നമ്മൾ ഈ പറിച്ചതല്ല, കട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ പറിക്കണ കാട്ടിൽ നമുക്ക് വീണ്ടും
നമുക്കത് വിളവെടുക്കാൻ കഴിയും. അത് ഈ ഭാഗത്തൊക്കെ പിന്നെ ചുവപ്പ് ചീരയാണ് കേട്ടോ. ചുവപ്പ് ചീര ഇത് കണ്ടില്ല, ഇങ്ങനെ നല്ല ചുവപ്പ് ചീരയാണത് കണ്ടോ. ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് ഈ അടിഭാഗത്തൊക്കെ അത് കട്ട് ചെയ്താണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇത് കട്ട് ചെയ്താണ്. അതിൽ നിന്നൊരു 3 പിന്നെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം ആണ്. പിന്നെ അതിൽ നിന്നിങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വളം ഇട്ട് കൊടുക്കും വേണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഇതുണ്ടല്ലേ, ഒക്കെ ചുവപ്പ്, നല്ല ചുവപ്പ് ചീര, കടും ചുവപ്പല്ല ഇത് കേട്ടോ. ഇതിൻ്റെ വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞൊരു ചീര, ഒരു പുതിയൊരു ചീര ഉണ്ട്. പക്ഷേ അതിൻ്റെ വിത്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് ഇതുവരെ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കിതുവരെ അത് വിത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, വ്ളാത്താങ്കര ചീര എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഇപ്പോഴാണ് അതിൻ്റെ പേര് കിട്ടിയത് കേട്ടോ, നിത്യകല്യാണി. ഇത് പല കളറും ഉണ്ട് നമ്മളടുത്ത് കേട്ടോ. അത് കണ്ടില്ല, അവിടെ ഒരു കളറ്, ഇത് വേറെ ഒരു കളറ്, നല്ലൊരു തൂവെള്ള കളറാണ് കേട്ടോ. ഇതിൻ്റെ പല കളറും പിന്നെ വയലറ്റ്, ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ നാശമായിപ്പോയി. പൂവൊന്നും കായകളൊന്നും ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അത് ഉണങ്ങിപ്പോയി.